കൃഷ്ണചിത്രങ്ങൾ വരയ്ക്കുന്ന മുസ്ലിം വനിത എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പേരെടുത്ത ആളാണ് ജസ്ന സലീം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുരുവായൂരിൽ വെച്ച് കൃഷ്ണന്റെ ചിത്രങ്ങൾ നൽകുന്നതിനുള്ള ഭാഗ്യവും ജസ്നയ്ക്കുണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളായി സൈബർ ഇടത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആക്രമണമാണ് ഇവർക്ക് നേരെ ഉണ്ടാകുന്നത്. ഇവർ ഹണി ട്രാപ്പിൽ യുവാക്കളെ പെടുത്തുന്നതടക്കമുള്ള ആരോപണങ്ങളുമായാണ് മുന്നോട്ട് പലരും വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുകയാണ് ജസ്ന. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. നിങ്ങളൊരു ഹണി ട്രാപ്പ് നടത്തുന്ന ആളാണെന്നൊക്കെയുള്ള പ്രചാരണമാണ്. എന്താണ് വസ്തുത? എവിടെ നിന്നാണ് ഇത്തരമൊരു ആരോപണങ്ങൾ ഉയരുന്നത്? ഇല്ല, സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നൊരു സംഭവമാണ്. ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ്, ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് വന്നൊരു ബുദ്ധിമുട്ടാണ്, ഞാൻ ഒരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലോട് ഇപ്പൊ പറയുന്നതിന് എനിക്കൊരു വിരോധമില്ല. ആള് തന്നെയാണ് FIR കോപ്പി സഹിതം പുറത്തു വിട്ടത്. കാരണം ഞാൻ ഈ സമൂഹത്തിനോട് അത് വെളിപ്പെടുത്തൂല എന്നുള്ള 101% കോൺഫിഡന്റ് അവനുണ്ട്. അതെന്തുകൊണ്ടാച്ചാല് ഇതൊക്കെ ഞാൻ വരയ്ക്കുന്ന വരയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അവൻ അത്രയും ധൈര്യത്തോടെ അത് പുറത്തു വിട്ടത്. ഞാനത് പുറത്ത് പറയില്ല എന്ന് അവൻ ഉറപ്പിച്ചത്. മറ്റൊന്നുമല്ല, ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കുട്ടിക്ക് മദ്രസയിലുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ. എന്റെ കുട്ടി മദ്രസയിലുള്ള ബുദ്ധിമുട്ടാണ് എന്ന് അറിയുന്നതിന്റെ മുമ്പ് ഇവന് മദ്രസ സ്കൂൾ എന്നൊക്കെ പറയുമ്പം ഭയങ്കര പേടിയായിട്ട് തുടങ്ങുക, ഇവന് സ്കൂളിൽ മദ്രസയിലും പോവാതിരിക്കുക, കുട്ടികളെ ഉപദ്രവിക്കുക, ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവനിൽ ആദ്യം അങ്ങനെയാണ് കണ്ടു തുടങ്ങി. എന്നതിന് ശേഷമാണ് മദ്രസയിലെ ഉസ്താദ് ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ഇരിക്കെ സ്കൂളിലത്തെ ഇങ്ങനത്തെ വിഷയം വന്നപ്പം ടീച്ചർമാരാണ് പറഞ്ഞത്, നമുക്ക് ഇവനെന്ന് ഒന്ന് കാണിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ വൈകല്യം കണ്ടുപിടിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ കാണിച്ചപ്പം അവന് എന്താന്ന് പറഞ്ഞിട്ടില്ല, ഇവന് ഈ സ്കൂളും മദ്രസയിലും പോവണ്ട എന്നുള്ള വാശിയാണ്. കുഞ്ഞു കുട്ടിയാണ് അന്ന് അവന്. അങ്ങനെ ഇരിക്കുകയാണ് എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം, സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാൺ എന്നാണ്, ഇവൻ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത്. അവന് ഹിന്ദു മതക്കാരനാണ്, അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ്. അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് ഇന്ന മെഡിസിൻ അല്ലേ കൊടുക്കുന്നതെന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ. ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോ ഞങ്ങളും വിചാരിച്ചു ഇവന് ഡോക്ടർ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ കുട്ടീന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരിക്കൽ ഇവൻ എന്നോട് പറഞ്ഞു, വീട്ടിൽ കൺസൾട്ടിങ് നടത്തുന്നുണ്ട്, കുട്ടീന്റെ ട്രീറ്റ്മെന്റ് കുട്ടീന്റെ മുമ്പിൽ വെച്ചിട്ടോ കാര്യങ്ങളോ സംസാരിക്കാൻ പറ്റൂല, ഞാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാനായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവന്റെ വീട്ടിലേക്ക് എന്നെ വിളിക്കുന്നത്. അവിടെ അവന്റെ വീട്ടിലേക്ക്, നടുവട്ടം ഭാഗത്ത് അവന്റെ വീട്ടിലേക്ക് ഇവൻ എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ബോർഡില്ല, ആൾക്കാർ പേഷ്യൻസ് ആരും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. അന്നപ്പോ പറഞ്ഞു, ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ആരെയും വിളിക്കാറില്ല, കാരണം മാനസിക രോഗത്തിന്റെ ഡോക്ടറാണല്ലോ, വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വയലന്റ് ആവുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ഇഷ്യൂ ആവും, ഞാനിത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചേ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഇന്ന് തുറന്നു പറയുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. അങ്ങനെ അവിടുന്ന് മർദ്ദിക്കപ്പെട്ട് ഇവനെ അന്ന് അവകാശപ്പെട്ടത് ആ ദൃശ്യങ്ങളൊക്കെ അവൻ ഒരു മൊബൈൽ, ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്, അത് പുറത്ത് വിട്ട് എന്നെ അപമാനിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞത്. ആ സമയത്ത് ഞാൻ എന്റെ സാഹചര്യം എന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ ചിത്രവര തുടങ്ങി 2019 ഫാമിലിയുമായിട്ട് അന്ന് വലിയ കണക്ഷൻ ഇല്ല. വാപ്പയുണ്ട് എന്നല്ലാതെ വാപ്പയമ്മയുണ്ട് എന്നല്ലാതെ വേറെ ഫാമിലികൾ ആരും അംഗീകരിക്കുന്ന ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇവരൊക്കെ എന്ത് ചിന്തിക്കും, ഇവരെങ്ങനെ ഇത് കണക്കാക്കും? കാരണം ഞാൻ ഈ വരച്ചതിന്റെ പേരിലാണ് ഇത്രയും ഇത് ജോയിന്റ് ആയി പോകുന്നത് ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അത് ആരോടും പറഞ്ഞില്ല. സ്റ്റേഷനിൽ പരാതിപ്പെട്ട എന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നല്ല, കുഞ്ഞുങ്ങളെ കൊല്ലും തന്നെ ഇവൻ പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക വരെ ഇവൻ ചെയ്തിട്ട് ഇന്നതിന് ശേഷം കേട്ടോ. അന്നെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും, വീട്ടിൽ ആരും ഇല്ലേ, വീടിന് വാതിലില്ലേ എന്നൊക്കെ. എന്റെ വീട് അടിച്ചുറപ്പില്ലാത്തൊരു വീടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഗോകുലം ഗോപാലേട്ടൻ എനിക്കൊരു അടിച്ചുറപ്പുള്ള വീടാക്കി തരുന്നത്. എന്റെ ഭർത്താവ് എന്ന് വെച്ചാൽ ആ സമയത്ത് ഗൾഫിലാണ്, ഇപ്പോഴും അദ്ദേഹം ഗൾഫിലാട്ടോ. എനിക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞൂടെ എന്നുള്ള അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി തരുന്നത്. വീട് വെച്ചത് അന്ന് ലോൺ എടുത്തിട്ടായിരുന്നു. അങ്ങനെ ലോൺ അടയ്ക്കാണ്ട് ഡ്യൂ ആയി ജപ്തി നോട്ടീസ് വന്ന സമയത്താണ് ഇദ്ദേഹം ഗൾഫിൽ പോകുന്നത്. അപ്പൊ ഞാൻ ഇത് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം അവിടുന്ന് എല്ലാം കൂടി ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ളത് എനിക്കറിയാം.
പിന്നെ വീടുമില്ല, കുടുംബമില്ല, മാനവും ഇല്ലാത്ത രീതിയിൽ ഞാൻ ജീവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഒക്കെ ഞാൻ അടക്കി പിടിച്ച് ഞാൻ ഈ ഡേഷ് മോന്റെ ഉമ്മാനെ പോയി കോണ്ടാക്ട് ചെയ്തു. ഇവന്റെ ഉമ്മ എന്ന് പറയുന്നത് സാരണ ബാങ്ക്, മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സാരണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സത്യം അറിയണമെന്നുണ്ടെങ്കിൽ 2019 അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സാരണ ബാങ്കിന്റെ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ആ സ്ത്രീയുടെ കാല് പോയി പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നെങ്ങനെയൊക്കെ ഉപദ്രവിച്ചു, ഇനിയും മുന്നോട്ട് ഉപദ്രവിക്കും എന്നാണ് ഇവൻ പറയുന്നത്. എനിക്ക് ആരുമില്ല, എനിക്ക് കൂടില്ല, കുടുംബമല്ല, എനിക്ക് 2 മക്കളേ ഉള്ളൂ, ഭർത്താവ് ഗൾഫിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എന്നെ ഒന്ന് സഹായിക്കെന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ? മോളെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എന്റെ മോന് 16 വയസ്സ് തൊട്ട് ഇക്ര ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓനൊരു സൈക്കോ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞു. ആ തള്ളനെ വരെ ഇവൻ തല്ലിയിട്ടുണ്ട് എന്ന് ആ സ്ത്രീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇന്നത് മാറ്റി പറയുമെന്നല്ല എനിക്കറിയില്ല. അവിടുന്ന് നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞല്ല, എന്റെ വീട്ടിൽ വന്ന് ഒരിക്കലല്ല 2 പ്രാവശ്യം എന്റെ മക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരിക്കൽ എന്റെ മോനാണ് വാതിൽ തുറന്നെടുത്തത്. ഞാൻ വാഷ്റൂമിലുള്ള സമയത്താണ് ഇവൻ വാതിൽ തുറന്നു കൊടുക്കുന്നത്. പിന്നെ എന്നോട് പല പ്രാവശ്യങ്ങളിലായിട്ട് പൈസ ആവശ്യപ്പെട്ട് ഞാനത് പണയം വെച്ച് കൊടുത്തതിന്റെ റെസീറ്റ് വരെ ഞാൻ സ്റ്റേഷനിൽ കാണിച്ചെടുത്തു. എല്ലാതും ഈ പറഞ്ഞത് പോണം. ഒരിക്കൽ ഗോകുലം ഗോപാലേട്ടനെ ഇത് ലോൺ അടയ്ക്കാൻ തന്ന പൈസ അതും ഞാൻ കൊടുത്തതായിട്ട് ഞാൻ കാണിച്ചു. ഇതൊക്കെ കോടതിയിൽ എത്തിയപ്പോൾക്ക് മാറി മറിഞ്ഞത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞാൻ കൊടുത്ത FIR കോപ്പിയോ അല്ലെ രേഖകളോ അല്ല കോടതിയിലേക്ക് എത്തിയത്. ഇനി അതെങ്ങനെ മാറി മറിഞ്ഞു ഇതാക്കിയെന്ന് എനിക്കറിയില്ല. അവിടെ ഞാൻ ആ വീട്ടിൽ കയറി ചെന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 1-2 പേര് അവന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാര് സാക്ഷി കൊടുത്തിട്ടുണ്ട്. കോടതിയിലെത്തിയപ്പോ അവര് സാക്ഷി മാറ്റി. 1 വർഷം മുമ്പത്തെ നടന്നതിന് എന്നോട് ഡ്രസ് ആവശ്യപ്പെട്ടു. ഞാൻ എന്ത് ഡ്രസ് എടുത്തു കൊടുക്കാനും, ഞാൻ ആരോട് എങ്ങനെ എന്തെന്ന് വെച്ച് പറയാനാണ്? ഇന്നും ഞാൻ പറയാണ്, ഞാൻ അന്ന് മാറാട് സ്റ്റേഷനിലുള്ള SIനോട് പറഞ്ഞ കാര്യങ്ങളൊന്നല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല അവർ എഴുതി വിട്ടതും ഇതാക്കിയതും. ഒരിക്കൽ SI ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്റെ വീട്ടിൽ പോയി. എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഇതൊന്നും പുറത്ത് വിടല്ലേ, നമുക്ക് ഇവനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അന്ന് അറസ്റ്റ് ചെയ്യാൻ ഇവൻ പോയ സമയത്ത് ഇവര് അവന്റെ വീട് ചുറ്റും വളഞ്ഞ് ആടുന്ന് പിന്നെ വല്ല അറസ്റ്റ് ചെയ്യാതെ പോന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ അറസ്റ്റ് ചെയ്യാതിരുന്നത്? അത് ഞങ്ങൾക്ക് സിദ്ദീഖ് വിളിച്ച് പറഞ്ഞതാണ്. ഒരു കോൺഗ്രസിന്റെ നേതാവ് സിദ്ദീഖ് ഉണ്ട്, അവര് വിളിച്ച് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാതെ പോകുന്നതെന്ന്. ഈ സിദ്ദീഖ് എന്ന് പറയുന്നത് ഇവന്റെ പെങ്ങളെ കല്യാണം കഴിച്ചത് VKസിന്റെ മരുമകനാണോ അല്ലെ. അപ്പൊ ഈ തള്ള ഇങ്ങോട് പറഞ്ഞ എന്ത് ചെയ്താലും ഈ സിദ്ദീഖും ഈ ഇവന്റെ ഏട്ടന്മാര്, ഒരു ഷാനിയുണ്ട്, ഒരു ഷാമിലുണ്ട്, ഇവരാണ് ഇവനെ സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവെക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്. ഞാൻ കേസ് കോടതി പൊട്ടി എന്നുള്ളത് പറയുന്നതിന് എനിക്ക് എന്താ? ഇന്നാളൊരിക്കൽ ഒരു ചെറുതിന മറ്റേ ഇത് കൊടുത്തിട്ട് ചോക്ലേറ്റ് കൊടുത്തെങ്ങാനും കെട്ടിത്തൂക്കിയ ഒരു പയ്യനെ കോടതി വെറുതെ വിട്ടിട്ട്, അക്കണക്കിന് ഇന്റെ കേസൊന്നും വലിയ കേസൊന്നുമല്ല. ഞാൻ കൊടുക്കുന്നത് 1 വർഷത്തിന് ശേഷമാണ്. അത് ഇന്നതിന് ശേഷം അത് പൊട്ടിപ്പോയെ, ഓക്കെ, ഞാൻ വിട്ടു. എന്നിട്ട് എന്നെ ഉപദ്രവിക്കല് നിർത്തിയിട്ടില്ല ഇവൻ തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്ത് എന്നെ സമൂഹ മാധ്യമങ്ങളിൽ നാണം കെടുത്തണം എന്ന് കരുതിയിട്ട് മാത്രം ചെയ്തൊരു സംഭവമാണ്. കാരണം ഇവൻ അറിയാം ഞാനിത് പറയില്ല എന്നുള്ളത്. ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ, മാനവും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോകണം. ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പുകാരിയായത്? വേറെ കേസ് കൊടുത്തു എന്നാണ്. ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ്, പ്രതി കൊടുത്തത് എന്താ, വാദി കൊടുത്തത് എന്താ, എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെയ്യാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട്? ഇതാണ് സത്യാവസ്ഥ. ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു. അതിന് ഇങ്ങനെ ഞാനത് ആ ജീവിതം, ആ കാലഘട്ടം തന്നെ മറന്ന് ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഉറക്കെ നടന്ന് ഉപദ്രവിക്കാണ്. ഇതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ, പടച്ചോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായത് ആ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ്. മുജീബ് ഇതിനോട് പടച്ചോൻ ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ, പടച്ചോൻ ഇല്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും. കാരണം എന്റെ കുട്ടീന്റെ ഒരു ആവശ്യത്തിനാണ് ഇവനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത്. അതേപോലെ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, എന്റെ സഹോദരൻ എന്നോട് വേശ്യാവൃത്തിക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് ഞാൻ ഫയൽ ചെയ്ത് എന്ന് അറിഞ്ഞപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് വരയ്ക്കുന്നതിനെക്കാട്ടും നല്ല ഈറ്റ പണിക്ക് പോകുന്നത് തന്നെയാണ്. അത്രയ്ക്ക് ഞാൻ എവിടെയും കള്ളത്തരം പറഞ്ഞല്ല. അതുകൊണ്ടാണ് എവിടെ എന്ത് പ്രശ്നം വരുമ്പോ ഈ ഉസ്താദിനെ പറ്റി ഞാൻ പറയുന്നത്. എന്റെ കുടുംബം നശിപ്പിച്ച് എന്നെ സമൂഹത്തിൽ ഇങ്ങനത്തോളാക്കി എടുക്കാൻ കാരണക്കാരനായത് ശരിക്കും ആ ഉസ്താദാണ്. ഉസ്താദ് മതഭ്രാന്ത് ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് എനിക്കും എന്റെ കുടുംബത്തിന് ഈറ്റ ഗതി വന്നത്. മർദ്ദിച്ചതുള്ളോ ലൈംഗികമായി നിങ്ങളെ ദുരുപയോഗം ചെയ്തെന്നാണ്? തീർച്ചയായിട്ടും അങ്ങനെ എന്നെ കെട്ടിയിട്ടിട്ടാണ് മോന് ചെയ്തത്. അത്ര എനിക്കത് എന്നിട്ട് എന്റെ ആ വിഷ്വലോ എന്റെ കയ്യിലുണ്ട്. അത്
കാരണം എനിക്ക് അന്നും എന്നെ 10 പേരറിയും. എനിക്ക് പുറത്ത് വിട്ടാല് ഞാൻ നാറും, എന്നെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അന്ന് എനിക്ക് ആരുമില്ല പറയാന്. എനിക്ക് എന്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ അതോടുകൂടെ കൂട്ടുകാരന്മാരെ ഞാൻ വിശ്വസിക്കൽ നിർത്തി. ആ രതീഷ് എന്ന് പറയുന്ന ഒരു ചെങ്ങായിയാണ് എന്റെ ജീവിതത്തിലേക്ക് ഇവനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് കൂട്ടുകാരെന്ന് പറയുന്ന ആൾക്കാരെ എനിക്കിപ്പോ ആരുമായിട്ട് കമ്പനി ഒന്നും അങ്ങനെ ഇല്ല. ഞാൻ കൂട്ടുകാരെടുത്ത ഒന്നിനും പോലെ ആര് വയ്യ എങ്ങനെയാ ചതി വരിക എന്ന് പറയാൻ പറ്റൂല. ഇതാണ് സത്യത്തിൽ. അയാളത് ആ വീഡിയോ വെച്ച് പിന്നെയും ദുരുപയോഗം ചെയ്യാൻ അങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തിയോ? ഞാൻ ആ കേസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനത്തെ എന്റെ തുണിയില്ലാത്ത ഞാനും അവനും ബന്ധപ്പെടുന്നെന്ന് പറയുന്ന വീഡിയോ അവന്റെ കയ്യിലുണ്ടെന്നും അതെന്റെ സഹോദരിയുടെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സഹോദരിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മ കുടുംബത്തിലുള്ള പലരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ പറഞ്ഞു എന്ന് ഇവർ പറഞ്ഞതുകൊണ്ടാണ് അത് തെളിവ് സഹിതം വെച്ചിട്ടാണ് ഞാൻ അവന്റെ നേരെ കേസ് കൊടുത്തത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ കയറിയാൽ നമ്മൾ കൊടുത്ത മൊഴികളും കാര്യങ്ങളും വ്യക്തമായിട്ട് അതിൽ കിട്ടും. എന്തുകൊണ്ട് ഇതാരും നോക്കിയില്ല? ഞാൻ ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറയുന്ന നേരം കൊണ്ട് ഇവർക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൂടെ? ഞാൻ വേറെ കൊടുത്ത കേസ് എന്താണെന്ന് ഇവർക്ക് നോക്കിക്കൂടെ? ഇതിന്റെ അടുത്ത് ഞാൻ വേറെ ഒന്ന് പീഡന കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പീഡന കേസും കൊടുത്തിട്ടില്ല. ഒരു മാധ്യമങ്ങളിലും ഞാൻ ഇപ്പം എല്ലാവരും എന്നെ പുറത്തറിയൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. നിങ്ങളടുത്ത് ഞാൻ ആദ്യം കണ്ടപ്പം പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസമല്ല, 9ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇവരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഹണി ട്രാപ്പുമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് ഞാൻ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കോടതിയിൽ ക്യാഷ് ആയിട്ട് സെറ്റിൽമെന്റ് ചെയ്തു എന്നല്ലേ കൊടുക്കുക, അല്ലാതെ വേറൊരു വാക്കും അതിൽ കൊടുക്കൂലല്ലോ. അതും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് ഇവരാരും നോക്കുന്നില്ല? പിന്നെ എന്തിനാണ് ഇല്ലാ വചനം പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ് എനിക്കൊരു തൊഴിൽ കിട്ടിയപ്പോൾ അത് മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. അതിൽ ഇപ്പം സത്യം പറയിച്ച മാനം വരെ പോയി. യഥാർത്ഥത്തിൽ മാനം പോയി. ഇപ്പൊ സമൂഹം എല്ലാം കൂടി എന്നെ നാട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം മറ്റൊരു മതത്തിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത്? ഇത്ര വലിയ തെറ്റ്. അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞു തരും. എന്റെ ഒരു തൊഴിലായിട്ട് കാണൂ. ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മതസ്ഥരായിരിക്കും കൈയൊട്ടിച്ചിരിക്കുക, ഇവക്കിത് കിട്ടണോ, ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത്. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവർക്ക് ചിന്തിച്ചൂടെ എനിക്ക് സ്വർഗത്ത് പോകണ്ട, ഞാൻ നരകത്ത് പോയിക്കോളാം. ഇവരെന്തിനാ എന്നെ സ്വർഗത്ത് പറഞ്ഞേക്കുന്നത്? ആരെങ്കിലും വൈബയിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടുപോകാനൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് അറിഞ്ഞൂടെ എനിക്ക്? ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഈ പടം വാങ്ങുന്നവരുടെയൊക്കെ എണ്ണം കുറയ്ക്കണം, ഇതൊക്കെ ആയിരിക്കും അവരുടെ ലക്ഷ്യം. ആയിരിക്കും. അതില് ഞാനിപ്പം നിലവിൽ എന്റെ ഉമ്മാക്കും വാപ്പാക്കും വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒരിക്കൽ എന്റെ വാപ്പ ആ ഒരു കാരണത്താല് നാണം കെട്ടു. രണ്ടാമത് നാണം കെടുത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ കൃഷ്ണനെ വരയ്ക്കുന്നത്. എന്താ മജീദേ മോൾ ഇങ്ങനെയാന്നാ എല്ലാരും ചോദിക്കുന്നത്. ഓളെന്തിനാ ഇത് വരച്ചോണ്ട് നടക്കുന്നത്? അതിന്റെ പേരിൽ എന്റെ ബാപ്പ പിന്നെയും നാണം കെട്ടു. എന്റെ ബാപ്പ ഒരു ദിവസം ആ വാപ്പയുടെ സ്വപ്നം പോലെ, ആഗ്രഹം പോലെ ആ വീട്ടിൽ താമസിച്ച് അവിടെ നിന്ന് എന്റെ വാപ്പ മരിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ വീട് വെക്കാൻ വിചാരിച്ചത്. അതിന് ഞാൻ ഏകദേശം ഒരു 400 ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എന്റെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പലരും എടുത്തിട്ട് അടുത്ത തട്ടിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. സഹായിക്കാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടോ. ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞെന്താണെന്നറിയോ, എനിക്ക് വേണ്ട. കാരണം അതിൽ നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മക്കും അപ്പക്കും അഭിമാനം ഉണ്ടാവില്ല. ഞാൻ നയിച്ചിട്ട് അതിന്ന് ഉണ്ടാക്കുന്ന വീട്ടിലാണ് അവർക്ക് നിൽക്കുമ്പോൾ സുഖം ഉണ്ടാവുക എന്ന് തിരുത്തി പറഞ്ഞതാണ്. എന്നിട്ട് ഒരു ചെങ്ങായി എടുത്തിട്ടുണ്ട് 10,000 20,000ത്തിന്റെയും ഫോട്ടോ ആണ് അവള് വിൽക്കുന്നത്. എന്റെ ഫോട്ടോയിൽ 10,000 20,000 ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്ക് റേഞ്ചിൽ എന്താണോ താങ്ങുന്നത് അതിനനുസരിച്ച് എനിക്കിതിന്റെ ചെലവൊക്കെ നോക്കണ്ടേ. ഇവരാരും ചെലവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. എന്നിട്ട് ഞാൻ 60 ലക്ഷം രൂപയുടെ വീടാകട്ടെന്ന്, 60 അല്ല 600 കോടിയുടെ വീട് എന്റെ വാപ്പാക്ക് കെട്ടിക്കൊടുക്കണം എന്നുണ്ട് മക്കളെ. പക്ഷെ എനിക്ക് പറ്റാഞ്ഞിട്ട, നാളെ ഒരിക്കൽ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ഞാൻ അവരെ സേഫ് ആക്കാൻ നോക്കിയതിനാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ അവന്റെ പേര് റോഷൻ, ഷെനീദ്, SK അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു. പല സ്ത്രീകളുടെയും കുടുംബം ഇവന് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗൾഫിൽ ഭർത്താക്കന്മാരുള്ളോല് അല്ലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകള്. ഇവന്റെ പേരിൽ പല സ്റ്റേഷനുകളിലായിട്ട് പരാതികളുണ്ട്. അതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ഈ FIRന്റെ അകത്ത് അല്ലെ ഇതിന്റെ അകത്ത് ഷെനീദെന്ന് കാണുന്നുണ്ടല്ലോ, ഓന്റെ പേരിൽ വേറെ എന്തെങ്കിലും കേസ് ഉണ്ടോന്ന് എന്താ അറിയാൻ ഇവരാരും ശ്രമിക്കാത്തത്? എത്രയോ സ്ത്രീകൾ ഇവന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങൾ ഇവൻ നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചങ്കൂറ്റുണ്ട് ഇവനെന്നും ഒന്ന് നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവന്ന ഒരു ശിക്ഷ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ നോക്കി? അവന്റെ വീട്ടുകാർ നല്ല അന്തസ്സോടെ പറയുന്നു അവൻ സൈക്കോ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളത്.
ഈ സുരേഷ് ഗോപിയൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ചില ആഹ്വാനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതല്ലേ. സുരേഷ് ഗോപിയൊക്കെ നിങ്ങളോട് വലിയ അനുഭവം പ്രകടിപ്പിച്ചതാണ്, വിവാഹത്തിന് മോദിജിക്ക് പണം കൊടുക്കാനൊക്കെ സഹായിച്ചതല്ലേ. അതൊക്കെ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടോ? അല്ല, സുരേഷ് ഗോപി ചേട്ടൻ നമുക്ക് എന്തെങ്കിലും നമ്മളെ അടുത്തൊരു മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തേക്കല്ല പോണ്ടേ. അതാണ് എന്റെ വീട്ടിലും ഇപ്പൊ പറ്റുന്നത്. ഞാൻ ചെയ്യുന്ന എന്റെ അപ്പനോടും ഉമ്മനോടും പോയി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സുരേഷ് ഗോപി ചേട്ടനൊക്കെ 9 വർഷത്തോളമായി മക്കളെ എന്നെ അറിയുന്നത്. അത് ഈ സമൂഹത്തിന് അറിയുന്നില്ല. 2014 തൊട്ടിട്ട് എനിക്ക് അദ്ദേഹത്തെ 15 തൊട്ടിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. 15-ലത്തെ ന്യൂസ് എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. 2015-ലത്തെ തൊട്ടിട്ട് ന്യൂസ് ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. അപ്പോ അദ്ദേഹത്തിനെയൊക്കെ വെച്ചിട്ട് എന്തിനെങ്ങനെ അദ്ദേഹം എന്നെ സഹായിക്കുന്നുണ്ട്, അതൊന്നും നിർത്തട്ടെ എന്ന് കരുതിയിട്ട് മാത്രം, അല്ലാതെ എനിക്ക് നല്ല വരട്ടെ എന്നല്ല. ഇതിന്റെ അടുക്ക് ഒരു BJP പ്രവർത്തകയാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് ആ സ്ത്രീ. എനിക്കറിയില്ല. ഒരിക്കൽ സുരേഷ് ഗോപി ചേട്ടന് പിന്നെ കളക്ടറേറ്റിൽ ഇത് വാങ്ങാൻ വന്ന സമയത്ത് എന്നോട് എന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ജസ്ന, എന്ത് കാരണവശാലും നീ ഈ ചിത്രവര നിർത്തരുത്. നീ അഭിമാനമാണ് ഞങ്ങൾക്ക്. നിങ്ങൾ ഇനി ഒരു കാരണവശാലും എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ട്, ഒരു കാരണവശാലും ഇങ്ങനെ നിർത്തരുത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പിറ്റേന്ന് ദിവസം എന്റെ നേരെ പോസ്റ്റ് ഇടുക ചെയ്ത്. അങ്ങനത്തെ മനുഷ്യന്മാരുള്ള ഈ ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്തായാലും കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്നത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് ജസ്ന പറയുന്നത്. ഒപ്പം സമൂഹത്തിലെ തനിക്കെതിരായി, തന്റെ സമൂഹത്തിൽ തനിക്കെതിരായി നിലനിന്നിരുന്ന ആൾക്കാരും ഇപ്പോൾ ഇതിൽ ഈ വിവാദങ്ങളിൽ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ താൻ തന്റെ കർത്തവ്യവുമായി മുന്നോട്ട് പോകും. സൈബർ ആക്രമണങ്ങളെ ശക്തമായി തന്നെ നേരിടുക തന്നെ ചെയ്യുമെന്നും അവർ പറയുന്നു.